2026 വരവേൽക്കാൻ തയ്യാറെടുത്ത രാജ്യം വർണ്ണവിസ്മയമൊരുക്കി പുതുവർഷത്തെ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്. സംസ്ഥാനത്ത് ഫോർട്ട് കൊച്ചി ഉൾപ്പെടെ ആഘോഷ തിമിർപ്പിലാണ്. സുരക്ഷാ നിയമങ്ങൾ പാലിക്കണമെന്ന് കർശന നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആതിര രാധാകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് കിരൺകുമാർ, കോഴിക്കോട് നിന്ന് എം രാഗേഷ് എന്നിവർ ചേരുകയാണ്. ആദ്യമായി ആതിര രാധാകൃഷ്ണനിലേക്ക് പോവുകയാണ്. ആതിര, തിരുവനന്തപുരത്തെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? എല്ലാവരും വലിയ തയ്യാറെടുപ്പിൽ തന്നെയല്ലേ? ശ്രീജ, തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരം കനകക്കുന്നിലാണ്. ഇവിടെ വസന്തോത്സവവും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഈ പുതുവർഷത്തെ വരവേൽക്കാൻ സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടി കാണാൻ ആളുകൾ 2-3 ദിവസമായിട്ട് അങ്ങനെ തുടരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഈ ആളുകളുടെ തിരക്കൊന്നും ആയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഒരു വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഇവിടെ ഈ ലൈറ്റുകളൊക്കെ തന്നെ ഇടുക. അപ്പോൾ അതിനുശേഷമായിരിക്കും ആളുകൾ ആ പരിപാടികളൊക്കെ കാണുവാനായിട്ട് എത്തുക. ഇപ്പോൾ നിലവിൽ ഏതായാലും തിരക്ക് അല്പം കുറവാണ്. പക്ഷേ തിരുവനന്തപുരത്തിന്റെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ഈ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയിക്കഴിഞ്ഞ ഒരു പുത്തൻ പ്രതീക്ഷയാണ്. കാരണം 2025 നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് 2026 വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാ പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലൊക്കെയാണോ? എങ്ങനെയായിരുന്നു 2025? നല്ലതായിരുന്നു. എന്തൊക്കെ പരിപാടികളാണ്? എന്തെങ്കിലും ഇനി പരിപാടികളൊക്കെ ടൂറൊക്കെ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് തന്നെ. ഈ 2025 നല്ല വർഷമായിരുന്നോ? എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുക്കുന്നുണ്ടോ? ജിമ്മിൽ പോകണമെന്നോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല. സാധാരണ പോലെ ആഘോഷിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട് കേട്ടോ. അവരുടെയൊക്കെ 2025 നല്ല വർഷമായിരുന്നു. അതുകൊണ്ട് ഏകദേശം അതുപോലെയൊക്കെ തന്നെ പോയാൽ മതി എന്നുള്ളതാണ്. പലരും യാത്രകളൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. എനിക്ക് ഏതായാലും ജിമ്മിൽ പോകണം എന്നുള്ള ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുക്കണം എന്നാണ് ഉള്ളത്. നടക്കുമെന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും ഈ റെസൊല്യൂഷൻ ആളുകൾക്ക് ഓടുകയാണ് കേട്ടോ. നമ്മൾ പ്രതികരണം എങ്ങനെ ചോദിക്കുക എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഓടുന്നൊരു കാഴ്ച കൂടിയാണ്. ഏതായാലും അത്തരത്തിൽ പേടിക്കൊന്നും വേണ്ട. നമ്മൾ താല്പര്യമുള്ളവരോട് മാത്രമേ ഏതായാലും ചോദിക്കുന്നുള്ളൂ. അമ്മേ, എങ്ങനെയാണ് 2025 വരവേൽക്കാൻ? 2025 പുതുവർഷം ന്യൂ ഇയറിലേക്ക് കടക്കുകയല്ലേ? അപ്പോൾ 2025 എന്തായിരിക്കും പരിപാടി? ന്യൂ ഇയർ ആഘോഷിക്കാൻ എന്തെങ്കിലും പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല മോളെ, എനിക്കൊന്നും അറിയില്ല. 2025 എങ്ങനെയായിരുന്നു? നല്ല വർഷമായിരുന്നോ കഴിഞ്ഞു പോയത്? ഒരുവിധം നല്ലതായിരുന്നു. ഇനി വരുന്ന വർഷം ഒരു നല്ല പ്രതീക്ഷയുള്ള വർഷമാണോ? പ്രതീക്ഷകളാണ്. എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ പുതിയ വർഷത്തിൽ? യാത്ര പോകണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്, പക്ഷേ അത് പറ്റുന്നില്ല. ഏതായാലും എല്ലാ ആഗ്രഹങ്ങളും അടുത്ത വർഷം നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്. എല്ലാവരും പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് 2026 വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ഏതായാലും അല്പസമയത്തിനകം തിരുവനന്തപുരം നഗരം ആ ഒരു ന്യൂ ഇയർ വൈബിലേക്കൊക്കെ എത്തുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.